നാറും അപ്പടി അഴുക്കും വിയർപ്പോ. शादी की तैयारी होने लग गया तो इसकी मम्मी ने सब गड़बड़ नहीं बिना पूछे उससे बिना बात किए सीधे शादी फिक्स कर दी. ഈ സീസണിൽ ഈ സമയം നമ്മൾ എല്ലാ സ്ഥലത്തും മനുവിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുത്തോ? ഇല്ല, വിജയനൊന്നും അവന്റെ കൂടെ. ഇതൊന്ന് വിളിച്ചു പറഞ്ഞ ആരാ അവിടെ ഇരിക്കുന്ന ലീവ് സാങ്ഷൻ ചെയ്യാൻ? ലീവ് മാത്രോ? 3 ആള് ഡൽഹിയിൽ നിന്ന് ഫ്ലൈ ചെയ്യാന്ന് പറഞ്ഞ ശങ്കര വടക്ക് ഭാഗത്ത് എവിടെ മനു? അവന്റെ മുറിയിൽ കാണും. എല്ലാരും കൂടി വെടിവെട്ടാണല്ലേ. ബാലാമണിയെ इसको भी अभी लगा रहे बहन करके. സാമ്പാർ എന്ന് പറഞ്ഞാൽ കുറെ കഷ്ണം रसोई का क्या काम कर रहे हैं? പാകം നോക്കണം. ഇതൊന്ന് ഇളക്കിക്കേ. കുഞ്ഞിരാമേട്ടാ, എനിക്ക് 16 കയ്യൊന്നും. ആയി കൂടെ ഉണ്ടെങ്കിൽ आलू വെച്ച് വിളമ്പാൻ ഈ കുഞ്ഞിരാമേട്ടൻ റെഡിയാ. ഹായ് മനു. മറ്റന്നാള് കല്യാണങ്ങൾ കുറവാ. ഞാൻ ദേവസ്വം ഓഫീസിൽ പോയിരുന്നു. അഡ്മിനിസ്ട്രേറ്ററിന്റെ സ്വന്തം ആളാണ്. ഹോട്ടൽ സ്റ്റേയുടെ കാര്യങ്ങൾ ഇങ്ങോട്ട് ഏൽപ്പിച്ചോളൂ. ഒക്കെ ഞാൻ നോക്കിക്കോളാം. ഒരു സംശയം, വേണുമേനെ അറിയാവുന്ന ആളാണ്. അമ്മ കുമ്പിടിയെ കൊണ്ട് നോക്കിച്ചു. കുമ്പിടി ആ കോട്ടക്കൽ വിജയ साड़ियाँ पहनने की वो लगी है. तैयारी. बाकी सब खुश है. जिसके साथ ये वही खुश नहीं है. खुश कहाँ से होगा? उसकी पसंद की लड़की है ही नहीं. അടുക്കളയിൽ കാലൂത്തില്ല. തിന്നാൻ സമയമാകുമ്പോ പറന്ന് വീണ കാണാം. പിന്നെ 3 സീനിയേഴ്സ് ഉള്ളത് ടേപ്പ് റെക്കോർഡും കൊണ്ട് ഇങ്ങനെ നടപ്പാ. फिर से वाला. यहाँ सो रही है तीनों. ये कहाँ सोएगी फिर? ഇനി ഞാൻ എവിടെയൊന്ന് നടിയായിക്കാ? നീ നിലത്ത് എവിടെയെങ്കിലും പായ വിരിച്ച് കിടക്കടി. ഞങ്ങള് 3 തള്ള. ये कहाँ जाएगी सोएगी फिर? അല്ലേ? എന്നാ ഉറങ്ങാം. നമുക്ക് രണ്ടാക്കും നിർമ്മാലത്തിന് മുമ്പ് ഉണരണ്ടല്ലേ? फिर से बजा दिया उसने. मनु ने तो लिखा हो. मनु का लेटर है शायद. അമ്മയെ കരയിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. ഞാൻ ചിലപ്പോ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോ. उनको बस खाने की रहती है. ശ്രീധരനാ, പിന്നല്ലാതെ അമ്പലപ്പാട്ടൊരു കാര്യം എന്ന് പറയുമ്പോ എല്ലാം ഇട്ടിട്ട് വന്ന് നിൽക്കാതിരിക്കാൻ പറ്റുമോ? പള്ളിപ്പുറത്തെ രാഘവമേന അവരൊരു ഫുൾ ഗാങ് എത്തിയിട്ടുണ്ട്. എന്താ അതിപ്പോ എന്നാ? കല്യാണത്തിന്റെ അന്ന് രാത്രി ഉച്ച കഴിഞ്ഞുള്ള ഫ്ലൈറ്റിന് ഇവനും കുട്ടിയും കൂടെ പോവും. चले गया वहाँ से. അങ്ങനെയല്ല ശങ്കരമ്മാവ. നിനക്ക് മൂത്ത ഏട്ടന്മാരോടോ അമ്മാവന്മാരോടോ ഓർത്തിട്ട് അറ്റൻഡ് ചെയ്യണമെന്നേ ഉള്ളൂ. പുറത്തൊരു വീട്ടിൽ നിന്ന് പെണ്ണ് നോക്കേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു. ഈ വിശ്വന്റെ മോള് പ്രായം കൊണ്ട് അവന് കണക്കല്ലായിരുന്നോ? അതോരോ യോഗ, അത് വിധിച്ച പോലെ വരും. അവൾക്ക് ഇത്തിരി മനസമാധാനം കൊടുക്കുക എല്ലാരും. ये फिर आ गया. ഒരാശ്വാസത്തിന് ഇവിടെ വന്നിരുന്നേ ഉള്ളൂ. കിട്ടിയോ ആശ്വാസം? വേദന കൂടില്ലേ? വേദനയോ? അറിയാം, അത്രയ്ക്ക് ഇഷ്ടായിരുന്നു മനുവിനെ അല്ലേ? ശക്തിയൊക്കെ പോവും പോലെ. പ്രാർത്ഥിക്കണില്ലേ? അതേ ഉള്ളൂ ഒരു ആശ്രയം. പ്രാർത്ഥിക്ക്. നല്ല തന്നെ കേൾക്കാതിരിക്കാൻ പറ്റുമോ? क्या हुआ? क्या हुआ? दूल्हे वाले की तरफ से तो नहीं है? हैं? वो क्या लिखी? ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, സംശയമില്ല. ഞങ്ങളിൽ ചിലത് അറിഞ്ഞ നിന്റെ മോന് കിട്ടാൻ പോണ മഹാസൗഭാഗ്യം അങ്ങോട്ട് മുടക്കൂന്ന് കരുതിയോ? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതിപ്പോ തങ്കത്തിനെന്താ ബാംഗ്ലൂർക്ക് അങ്ങോട്ട് തിരിച്ചു പോവാ. നിന്റെ തിരുവായം തുറക്ക്.
വന്നതാ ഞാൻ. ഇതിപ്പോ ആകെ ഒരു ടെൻഷൻ ആയില്ലോ. എന്താ ഇപ്പൊ ഇതിനൊരു പോംവഴി? है कौन है आखिर? ഒന്ന് കേട്ടല്ലോ. എന്താ? ഞാനൊന്നും കേട്ടില്ല. താൻ അറിഞ്ഞില്ലേ? ആ മനുവിന്റെ കല്യാണം വന്നേ ഉള്ളൂ. അമ്പലപ്പാട്ട് പലരുടെയും തലക്കകത്ത് തീ പിടിച്ച് പുക പൊങ്ങണമെന്നാ പറയണേ. कहीं वो लेटर तो नहीं लगा किसी का हाथ? അതെ ശ്രീധരനാ. അത് ഇത് വിളി തുടങ്ങി. അമ്പലപ്പാട്ടുകാരോട് നല്ല സ്നേഹമാണല്ലോ എല്ലാവർക്കും. അപ്പൊ പിന്നെ പറഞ്ഞു വരുത്താൻ ഉത്സാഹം കൂടും. മതി ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കാം. ഞാൻ എന്ത് ചെയ്യാനാ? നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നാളെ തന്നെ കല്യാണം നടത്താം. പെണ്ണ് വിശ്വന്റെ മോള്. എന്താ इससे तो नहीं करा शादी? അത് അവളോർത്തിട്ടൊന്നല്ല, അമ്പലപ്പാട്ടുകാർ മുഴുവൻ ഒരു പരിഹാസത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് ആലോചിച്ചിട്ടാ. മതി. എന്താ വല്യമ്മേ? ദേ ഒരു ഉറപ്പ് ഇങ്ങോട്ട് തന്നാ മതി. ബാക്കിയൊക്കെ ഈ ശ്രീധരൻ നിന്നങ്ങോട്ട് നടത്തി തരും. അധികം ഒരുങ്ങാനൊന്നുമില്ല. അവൾക്കുള്ള ആഭരണങ്ങൾ മുഴുവൻ അമ്മ വീട്ടുകാരും തങ്ങ് ക്ഷണിച്ചിട്ടുണ്ടാവില്ല. ഹ, അതിനൊക്കെ ഇപ്പൊ അധികം സമയം വേണോ? ആരെങ്കിലും ഏർപ്പാടാക്കി അങ്ങോട്ട് വിട്ടാ പോരെ. വരണോര് വരും. പക്ഷേ ജാതകം നോക്കണം. ജാതകം ചേരാണ്ടുള്ള ഒരു പരിപാടി നന്നാവില്ല. കാര്യം കുട്ടികൾ രണ്ടും നമ്മുടെ തന്നെ. कुंबड़ी को बुला रहे फिर से. ഞാൻ അങ്ങോട്ട് വരാം. ആ അതാ നല്ലത്. അത് ഇവിടെ प्लान बन रहा उसका. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല കുട്ടിയെ. എന്താ സംഭവിക്കുക എന്റെ കല്യാണം ഇപ്പൊ നടന്നില്ലെങ്കിൽ? ഞാൻ എന്താ പറയാ മോനെ, എന്നോട് ചോദിക്ക പോലും ജാതകം നോക്കട്ടെ, വെറുതെ ഒരു പേരിന്. വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. हाँ ऐसे काम करवाएगा वो अपना. എന്താ अच्छा अभी इसे ब्लैकमेल करेगा ना? നിന്നെ ഇപ്പൊ ഉണ്ണിയമ്മ അങ്ങോട്ട് വിളിപ്പിക്കും. തള്ള അറിഞ്ഞോ? അതല്ലടാ, ചേരാൻ പാടില്ല. അതിപ്പോ നോക്കിയാലല്ലേ പറയാൻ പറ്റൂ. നോക്കാണ്ട് എന്നെ പറയണം ചേരില്ല. എങ്കിൽ പിന്നെ നോക്കാണ്ടിരുന്നാ പോരെ. അതല്ലടോ, താനൊരു കള്ളം പറയാം. കള്ളം പറയാനോ? ഞാനോ? കുമ്പടി കുമ്പടി, നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ മോനെ. കേട്ടി തന്നാനുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാല് എടുക്കുള്ളൂ. അപ്പൊ മതിയുടെ എനിക്ക് ഈ കാല്. ഈ ഗുരുദേ ഭഗവതി. बोल दिया उसने. നടക്കാൻ ദക്ഷിണയും വാങ്ങി മൂടും തട്ടി പോകുന്ന എരപ്പ ജ്യോതിഷികളുണ്ട്. അവറ്റകൾ കണ്ടാൽ മറിച്ച് പറഞ്ഞേക്കാം. വിശ്വാസമുണ്ടെങ്കിൽ വിജയമണിക്ക് വരട്ടെ. എന്റെ ഗുരുവായൂരപ്പ, ആ വരണ പണിക്കിരി വന്നിട്ട് ഈ ജാതകം ചേരുന്ന് പറഞ്ഞാ ഈ കല്യാണം. ദോഷം പറയാന്ന് പറയരുത്. ഇവരെവിടുത്തെന്നാ? അഷ്ടിക്ക് വകയില്ലാത്ത അമ്പലപ്പാട്ടുകാരുടെ ഏതോ അകന്ന ബന്ധത്തിലുള്ളതാ भी आगे फिर से. തോന്നി. പുകില് കൊറേ ഉണ്ടാക്കിയിട്ട് ഒടുക്കം വാശിപ്പുറത്ത് മൂപ്പരങ്ങ് മംഗലം കഴിച്ചു. ഓ പാരമ്പര്യം. പണിക്കിരെന്ന ഒരു ശാസ്ത്രജ്ഞനെ ഇറക്കാൻ പോണു, മൂത്ത കാർന്നൂര്. എന്തിനാ? അയാളുടെ ചാവടിയന്ത്രത്തിന്റെ ഡേറ്റ് നോക്കാൻ. സിസ്റ്റേ കേശവൻ നായർ പകരം ഒരാളെ തപ്പി തെക്കും വടക്കും നടക്കും. ഈ കല്യാണം കഴിഞ്ഞാലേ ബാലാമണി സ്ഥലം വിടും. കല്യാണം കഴിഞ്ഞാ നീ ആ ഇങ്ങനെ ഒരു 3 കൊല്ലം കൂടി നടക്കും. പിന്നെ കിടക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും. കല്യാണം നാളെ തന്നെ നടക്കും. कल शादी है അമ്മാവന്റെ ना? മോളാ പെണ്ണ്. आएगा. इससे पहले बोल दिया. क्या? മറ്റെല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് ഇറങ്ങി. ഒരു 10 കിലോമീറ്റർ നീങ്ങിയില്ല, കാർ ഒരു ബസ്സിലിട്ട് ഒറ്റയിടി. പണിക്കാട് നെറ്റിയിൽ नहीं आ रहा वो. ഗുരുവായൂരപ്പൻ ഞാൻ പറയുകയാണെങ്കിൽ ബാലാമണിയുടെയും മനുവിന്റെയും കൂടെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. താൻ എന്താ ഈ വളഞ്ഞു കൊണ്ടുവരണേ? പറയടോ. തങ്കം വിചാരിച്ചതുപോലെ നാളെ മനുവിന്റെ ഇപ്പൊ തന്നെ എല്ലാവരുടെ കണ്ണിലും കരടാ ഞാൻ. നീ ഒന്ന് പ്രസന്റ് ചെയ്യേ. എഗ്രി ചെയ്യാണെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെട്ട 2 പേർക്ക് അവരാഗ്രഹിച്ചതുപോലെ സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം കിട്ടാനല്ലേ. കല്യാണം നടത്താൻ കണ്ട വഴിയാപ്പത്. വേലക്കാരി കുട്ടിയാണ് ഒടുക്കം കണ്ടത്. ആദ്യേ പറയായിരുന്നു. കുട്ടിയോളോ? ഹായ്,
അടിച്ചു കളിക്ക് നിൽക്കുന്ന പെണ്ണിനെ വലിയ വീട്ടിലെ ആൺകുട്ടികൾ കൈകളിലൊക്കെ കാണിക്കും, അത് പതിവാ. നീ എന്നാ ഞങ്ങളെ കുറെ പേരെ വിളിച്ചു വരുത്തി നാടകം കളിക്കാ? ഒന്ന് ഒളിച്ചോടി പോയതിന് നാണക്കേട് മാറിയിട്ടില്ല. ഓരോരുത്തരെ ഫേസ് ചെയ്യേണ്ടത് ആലോചിച്ചിട്ട് അതിനെ മനസ്സിൽ വെച്ചോണ്ടാ നീ എന്റെ മോളുടെ കാര്യം വന്നപ്പോ മിണ്ടാണ്ട് നിന്നേ. ആ ജാതകങ്ങൾ ഒത്തിരുന്നെങ്കിൽ അവളുടെ ഫ്യൂച്ചർ. उन्हें कुछ दिक्कत तो बनी रही है, ये कुछ ज्यादा बने हुए हैं. കാര്യം സജസ്റ്റ് ചെയ്തേ ഉള്ളൂ. എന്താ ദാസ, എന്ത് സജഷന്റെ കാര്യ നീ പറയണേ? ഇവിടെ ഇപ്പൊ ഒരു ആൺകുട്ടിയുടെ കല്യാണം മുടങ്ങി എന്നുള്ള മാനക്കേടല്ല കാലാകാലം. അപ്പൊ അതിനെയാണ് പറഞ്ഞയക്ക ആ പെണ്ണിനെ. തങ്കത്തിന് മനസ്സിലാവുണ്ടോ? അവനെ വിളിച്ച് രാവിലെ തന്നെ ആ പെണ്ണെ കൂട്ടിക്കൊണ്ടുപോകാൻ പറയാ. മതി, ഇനി ഇതിനെ പറ്റി ഒരു ചർച്ച വേണ്ട. എല്ലാവരും പോയി കിടന്നുറങ്ങാൻ നോക്കുക. तो बिल्कुल नहीं सोचते उनके बारे में. തങ്കത്തിന് ഒന്നുകൂടെ തറപ്പിച്ച് അങ്ങോട്ട് പറയായിരുന്നു. നീ കണ്ടില്ലേ എല്ലാരും കൂടെ അവളെ ഇട്ട് കൊത്തിപ്പറിക്കുന്നത്? സെൻസിറ്റീവാ പാവം. सारे डिसीजन सब कुछ वही लोग ले रहे हैं. इसकी माँ कुछ मतलब खुद से कुछ इसकी माँ वो कुछ इसकी माँ कुछ बोली नहीं ज्यादा. अच्छा ये जाने लग गई, देखो कैसे रो रहे हो. ഇല്ലെങ്കിലും നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടായിരുന്നു മോളെ. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മോള് മറക്കണം. നോക്കിക്കോ. ഇന്നാ മോളെ ഇത് വെച്ചോ. എനിക്കിനി അത്ര കാലമൊന്നുമില്ല. ഒരുപാട് കാലം ജീവിക്കണം. ഈ സ്നേഹം മാത്രം മതി എനിക്ക്. എന്നാ ഇറങ്ങ കുട്ടി, ഇനി ഇവിടെ നിന്നാ എന്നാ നമുക്ക് പോവാം. തന്നെ അമ്മമ്മ വിളിക്കണം. क्यों बुला रहे हो? उसी के बारे में बात कर रहे होंगे, क्या पता. ചെല്ലേ. बढ़िया नाराज हो रही है क्या? എന്ത് തെറ്റിന്റെ പേരിലാണാവോ നിന്നെ പടിയിറക്കണത്? ആൺകുട്ടിക്കും കിട്ടിയല്ലോ. ഒരുപാട് വിഷമിക്കണുണ്ട്. ഇവിടെ വാ. പുതിയതാ? ഉവ്, കല്യാണത്തിന്റെ വകയില് എനിക്കും കിട്ടി ഒരെണ്ണം. എന്തെങ്കിലും പണിയെടുത്ത് കിട്ടണത് കുറേശ്ശെ ഞാൻ കേശവനാടയിൽ കൊടുത്തേക്കാം, മറക്കില്ല. അത് തരാമെന്ന് പറഞ്ഞ പാടിത്തരുമോ? അത് എനിക്ക് കഴിയോ? ഇവിടെ നീ ഞാനും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. എനിക്ക് വേണ്ടി മാത്രമായിട്ട്. गाना गा रहे हो उसके लिए. कहाँ जा रहे हैं? गले लगा देगा ऐसा लग रहा मुझे. सारे आगे हैं, सारे मेहमान. ഇവിടെ വാ. ये फैसला लेगी. ഞാൻ കാണുന്ന ഭഗവാന്റെ കണ്ണില് ഇവർ രണ്ടും തെറ്റുകാരല്ല. ഈ എതിര് പറയാനുണ്ടോ? अब कैसे चुप हो गए सब? उसे बहुत बोल रहे थे. ഞാൻ ഇത് നിശ്ചയിച്ചു കഴിഞ്ഞു. वही तो, जब वो लोग तैयार हैं तो ये कौन होते बोलने वाले नहीं? എനിക്ക് എന്റെ അമ്മ. अब ले जाएंगे उनको टेम्पल में. എല്ലാവരും വഴി മാറി കൊടുക്ക. ഒന്നങ്ങോട്ട് മാറാ മാറാ. ഒരു ദയ കാട്ടീന്ന് നാളെ ആരും പറയാൻ നിൽക്കണ്ട. ഇനി യോഗ്യതയുടെ കാര്യത്തില് അമ്പലപ്പാട്ട കുട്ടി എന്റെ മോളുടെ മുമ്പിൽ
पंडित പ്ലീസ് പ്ലീസ് അതിന് ചില അനി എന്നില്ല ഇനി ഇതിനിടയിൽ ആരും ഉടക്ക് വർത്തമാനം പറയാൻ മുന്നോട്ട് വരരുത് ക്രിമിനൽ കേസിൽ പ്രതിയാണ് ശശി 14 അല്ല 15 15 മുഹൂർത്തം 10:30 കല്യാണത്തിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് വേഗം അങ്ങോട്ട് ഒരുങ്ങ്. കല്യാണം പ്ലീസ്. क्या सोच में सपना दिखा रहा है हाँ वैसे ही हो रही है അതെ താലി കെട്ട് കഴിഞ്ഞിട്ട് അകത്ത് കയറി തൊഴാന്നുള്ള പരിപാടി നടക്കില്ല. ഡൽഹിയിൽ നിന്ന് ഏതോ ഉണ്ടാവില്ലേ നമുക്ക് വരാന്നേ. कैसे जाएंगे लेकिन താലികെട്ടിന് മുമ്പ് തിരക്കും ബഹളം. ജാനുവച്ചി ആ ആരായി വരുന്നേ? എന്തായാലും തയ്യാറായതാ. അപ്പോഴുണ്ട് അവന് പൊള്ളുന്ന പനി. പനിന്ന് വെച്ചാ വിറയ്ക്കാ കുട്ടി. ഞാൻ പോയി ഉണ്ണിയെ കാണട്ടെ. उसके बेटे से ഇതാര് കല്യാണ പെണ്ണോ? എന്റെ പനി കാരണം അമ്മയ്ക്കും കൂടാൻ പറ്റിയില്ല കല്യാണത്തിന്. വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരും. ओ ये तो दूसरा तो है बेटा तो ये है വന്നിട്ട് ഇത്രയും ദിവസം ആയെങ്കിലും അമ്മയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ബാലാമണിയെ ഒന്ന് കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ട്. वो लड़का कौन था जो दूसरा था ഉണ്ണിയേട്ടൻ എവിടെ? भगवान थे ഉണ്ണി देखो वही है അമ്മേ ഞാൻ കണ്ടിട്ടില്ല ഉണ്ണിയേട്ടൻ. എന്തായി പറയണേ? നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ? എവിടെ ഉണ്ണിയേട്ടൻ? ഉണ്ണിയല്ലേ ഇത്? ഇതല്ല. എന്താ അമ്മ ഈ ബാലാമണിക്ക്? ഇവിടുത്തെ ഉണ്ണിന്നും പറഞ്ഞ ബാലാമണി മറ്റാരോ കണ്ടു. വാ എനിക്ക് മനസ്സിലായി. വാ മനുവേട്ട. എന്താ മോളെ? वही ले जाएगी मंदिर में अरे फिर वो तो जाने नहीं देंगे पुलिस वाले तो लाइन पे लगना पड़ेगा दे रहे हो वही है वो എന്താ ഇത്? വാ പോവാം വാ. നമുക്ക് സമയമില്ല, നമുക്ക് പോണ്ടേ. വാ. ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടനായിട്ട് വന്നത്. अच्छा वही मतलब वही भगवान थे वो तो यहाँ पर ये फिल्म का उत्पत्ति है नंदनम. काफ़ी अमेजिंग स्टोरी थी. लव स्टोरी थी, अच्छी लव स्टोरी थी और इसमें मतलब एक बिलीव भी था जो किसी भी डाउटी का अपने गॉड के उसमें होता है ना. पूजा करोगे तो का फल मिलता है. वही इसका भगवान के प्रति लगाव था आस्था काफी थी, ना. हाँ. आस्था था बस, मतलब उसे बिलीव था कि हो जाएगा. तो बस फिर एक बार वो शायद कुएं में छलांग भी देने हाँ. वाली थी. तब तक तो वहीं पर हाँ. सामने आए ना वो ट्विस्ट भगवान आया था स्टोरी में. एक आदमी के रूप में. हाँ तब जाके उन्होंने उसकी जान बचाई और बाकी लास्ट में भी नजर आए थे वो. ये भगवान थे. उससे बाद में एहसास हुआ ना. हाँ गुरुवायूर जो उनके गॉड थे वो सोचे थे पड़ोस वाली जो आंटी थे उनका बेटा है. हाँ, लेकिन वो नहीं थे. पर बताया तो उसने वही था कि मैं नयनतन हूँ. वही बताए थे. मूवी की स्टोरी भले ही मतलब सिंपल सी है पर ये कि इंटरेस्टिंग है और एक अच्छी लव स्टोरी बना रखी है. लव स्टोरी अच्छी है ना. हाँ लव स्टोरी अच्छी है और जिस तरह से इसमें मतलब लग रहा था कि नहीं हो पाएगी शायद इनकी शादी पर लास्ट में हुई थी. आखिरकार हो गई थी और भगवान को मतलब जो मानती थी तो फिर उन्होंने उसकी मतलब मदद की. हाँ और
मतलब कहानी अच्छी फिल्म की, और फिल्म मतलब ऐसा नहीं था कि स्लो फटाफट चीज़ें हो रही थी ना, तो तब पता नहीं चलता था फिल्म का, मतलब कि हमने मतलब 2 घंटे की फिल्म देख ली, 2.5 घंटे, 2 घंटे 20 मिनट की ना, हाँ तो पूरे 2.5 घंटे भी नहीं है, पर यही है कि गाने वाने भी थे, तो तब वैसे उतनी लंबी वैसे है नहीं फिल्म, बस ये कि इसमें गाने थे ज़्यादा, गाने से तब थोड़ा लंबी हो गई थी, नहीं तो फिल्म वैसे अच्छी है, मज़ेदार है, हाँ। बहुत मतलब मज़ा आता है दोनों की केमिस्ट्री को देखकर, मनु और बालामणि की। मतलब ये सोचने में मजबूर करता है दिमाग कि हो पाएगी शादी या नहीं हो पाएगी, है ना। उसके जब वहाँ पर उसकी माँ कैसे रिएक्ट करेगी, लेकिन उसकी माँ ने बिल्कुल नॉर्मल रिएक्ट किया। इसमें मतलब जो मनु था, मतलब उनकी फैमिली में सभी लोग अच्छे थे, मनु, उसकी माँ और मनु की दादी, नहीं नानी थी वो, नानी थी वो, हाँ। नानी थी। तो मतलब वो सभी अच्छे थे, और उसको बालामणि को ऐसे समझते थे जैसे अपनी बेटी है, हाँ। और मतलब उन्होंने बिल्कुल भी ऐसा वो कुछ नहीं किया कि मुझे पहले ऐसा लग रहा था कि शायद बहुत ज़्यादा वो होगा, मतलब वो बिल्कुल भी उसे एक्सेप्ट नहीं करेंगे और उससे नाराज़ हो जाएंगे बहुत ज़्यादा अपने बेटे से, और यही सबसे बड़ी मतलब प्रॉब्लम हुई शायद इन दोनों की मतलब शादी में। पर ऐसे कुछ नहीं था, प्रॉब्लम ये थी कि जो बाकी अदर लोग थे बाहर के, गांव वाले, मतलब उनके रिलेटिव, गांव वाले तो होंगे पर जो उनके रिलेटिव थे उन्हें ज़्यादा प्रॉब्लम हो रही थी, उन्हें अपना स्टेटस देखना था बस। बाकी उसकी माँ और उसकी जो नानी है वो बहुत अच्छे थे, और उन्हीं की वजह से उसकी शादी हो पाई, अगर वो उसके सपोर्ट में खड़े नहीं होते। पर मुझे ये चीज़ अजीब लगी, वो लड़का बस घर के अंदर ही बैठा हुआ था उसका कुछ मतलब इन्वॉल्वमेंट उसका कुछ था ही नहीं उस चीज़ में, नजर नहीं, मतलब बोला था ज़्यादा दिखाया नहीं उसे ना। हाँ मतलब अपनी बात रखनी चाहिए थी, जैसे और उसने बोला तो अपनी मम्मी को नहीं, उसने एक बार बोला, वो भी गोद में सर रख के रोने लग गया। नहीं, और बालामणि भी तो नहीं चाहती थी, उसने तो बीच में एक लेटर भी लिखा था कि मैं भागने के लिए भी तैयार हूँ तुम्हारे साथ, लेकिन बालामणि भी कहीं ना कहीं तैयार नहीं थे ना वो करने के लिए। हाँ वो भी था एक तरह से, हाँ, तो इसलिए वो कुछ नहीं कर पाया। फिर भी एक बात रख सकता था, और बात रखी उसने, क्यों नहीं रखी? रिलेटिव के सामने है, नहीं सबके सामने ना, हाँ आ सकता था, थोड़ा सपोर्ट कर सकता था अपनी माँ का, जिस तरह से उसकी माँ परेशान हो गई, फिर रोने लगे ना, जो वही रिश्तेदारी है उसके खासकर। हाँ मतलब उसे उन्होंने इस तरह से नहीं दिखाया जैसे एक हीरो को दिखाते हैं ना, मतलब मनु का कैरेक्टर इसमें ऐसा था जो मतलब एक सिंपल सा लड़का है, भले ही वो चाहता था कि मतलब मैं इसी से शादी करूं, पर वो उसको केवल उसने अपनी माँ को बताया वो चीज़, और मतलब जिस तरह से अगर वो वहाँ पे वो करता ना अपनी माँ के मतलब माँ के साथ आता, जब जिस तरह से उनके रिलेटिव जब उसकी माँ को कह रहे थे कि तुम्हारा फैसला गलत, तुमने गलत चुनाव किया, और तुम हमारा मतलब वो नहीं देख रहे, और हमारा जो स्टेटस है उसकी परवाह नहीं कर रहे, तो उस वक्त मतलब मुझे ये उम्मीद थी कि वो भी आएगा वहाँ पे, सपोर्ट करेगा, और वो कुछ बोलेगा, और वो अपने रिश्तेदारों को मतलब करेक्ट करने की कोशिश करेगा, पर और अपने माँ को थोड़ा सपोर्ट देगा मतलब, पर ऐसा कुछ हुआ नहीं, उसको बस उन्होंने अंदर ही दिखाया, वो बस अंदर बैठा हुआ था कमरे की पूरी फिल्म में थोड़ा उसे वैसा दिखाना चाहिए था ना। हाँ, क्योंकि एक हीरो की तरह, क्योंकि हीरो है वो। हाँ, क्योंकि उसके माँ का सिर्फ एक ही बेटा है, वही उनका घर का बड़ा बेटा ना, नहीं उस हिसाब से दिखाना चाहिए था, रिस्पॉन्सिबिलिटी के हिसाब से ना। वो भी नहीं बात की एक ही बेटा, वो मतलब बात ये है ना कि हम फिल्म को देख रहे हैं और उसमें वो हीरो है, तो उसे हीरो की तरह एक तरह से दिखाना चाहिए था ना, थोड़ा उसे मतलब थोड़ा लीड करना चाहिए था उस चीज़ को, और अपनी बात जो है वो सबके सामने कहनी चाहिए थी थोड़ा ऐसा ना, तो वैसा नहीं दिखाया उसे, वो बस पूरे मतलब पूरी फिल्म में अंदर ही रहा, कमरे अंदर बैठा हुआ फिर लास्ट में आया वो बस। हाँ, लास्ट में जब वो रोने लग गई थी, जब गाना गा रही थी वो। हाँ, और नीचे भी तब आया वो जब वो रो रही थी। हाँ, थोड़ा अजीब लगा मुझे ना, तो वो चीज़ मुझे थोड़ा अटपटी लगी, क्योंकि जब वो फिल्म का हीरो है तो उसे थोड़ा हीरो की तरह दिखाना भी चाहिए था ना, तो
वो थोड़ा सा अजीब था। बाकी तो फिल्म की कहानी अच्छी है और फिल्म में जो लव स्टोरी दिखा रही है वो भी बहुत अच्छी है। बाकी जो एक्ट्रेस है वो काफ़ी कमाल की एक्टिंग लगी ना उनकी। हाँ, जिस तरह से वो मतलब जिस तरह से कैरेक्टर था उनका बहुत अच्छे से निभा रही थी। हाँ, काफ़ी अच्छी एक्टिंग की उन्होंने। चाहे पृथ्वीराज हो चाहे ये हो, दोनों ने बहुत अच्छी एक्टिंग की हुई है। पर जिसमें फीमेल लीड में है एक्ट्रेस, उनका ज़्यादा सा रोल है। हाँ, उनका ज़्यादा रोल था एक तरह से ना स्टार्टिंग से ही, और काफ़ी अच्छा किया उन्होंने उस रोल को। और बिल्कुल मतलब बिल्कुल लग रहा था कि एक्टिंग कर रही है, बहुत ही बिल्कुल नेचुरल एक्टिंग थी ना। और बाकी पृथ्वीराज की एक्टिंग, उनकी एक्टिंग बहुत अच्छी थी। ये तो हर मूवी में अच्छी रहती है। बाकी इसमें जो अदर कैरेक्टर भी थे उन सब की भी काफ़ी अच्छी एक्टिंग थी। और वो वाला कैरेक्टर बड़ा मस्त लगा मुझे, कुंभेदी वाला, वही जो पंडित था। हाँ कुंभेदी वाला। उसने कैसे करता है जब उससे नहीं आता, ऑटो रिक्शा से बाहर आता है, हाँ, और सीधे ऐसे क्रॉस बना हुआ है ऐसे अपने पैसे वापस लेने के लिए। वो अच्छा लग रहा था। और तीनों औरतें भी अच्छी थी जो उसके घर में रहती थी। उसमें वो जो खाती रहती थी वो बहुत मस्त थी, वो कैसे हंसती थी। तो कैरेक्टर मतलब इसमें अच्छे थे। हाँ, अच्छे डाले हुए थे, थोड़ा बीच में कॉमेडी थी और सही था, सही लगा, मतलब माहौल अच्छा था। लव स्टोरी थी, कॉमेडी थी, एकदम ऐसे नहीं थी कि जैसे डल सी चलती जाती ना फिल्म, ऐसे नहीं थी, थोड़ा अच्छी। मतलब ये था कि फिल्म बांधे रखने वाली थी, मतलब बांधे रखने वाली, काफी सारे इमोशन थे फिल्म में। मतलब फिल्म में इमोशनल चीजें भी चल रही थी और लव स्टोरी चल रही थी और बीच में कॉमेडी भी चल रही थी, और फिर उसी तरह से फिल्म मतलब बढ़ती आ रही थी आगे उन सब के साथ। बस लास्ट में फिल्म सीरियस हो गई थी पूरी तरह से, नहीं तो फिल्म में सब कुछ चल रहा था। तो उस वजह से मतलब फिल्म एंटरटेनिंग थी और काफ़ी मज़ा आ रहा था फिल्म को देखने में। और बाकी फिल्म में गाने काफ़ी सारे थे। तो यहाँ पर ये फिल्म खत्म होती है। अगर आपको वीडियो पसंद आता है तो लाइक कीजिए, शेयर कीजिए और चैनल को जरूर सब्सक्राइब कीजिए। मिलेंगे नेक्स्ट मूवी के साथ। थैंक यू सो मच। थैंक यू सो मच। थैंक्स फॉर वॉचिंग।